കേരള കലാസാഹിത്യവേദി തിരുവനന്തപുരം ജില്ലാ സമ്മേളനവും തൂവൽ തൂലിക മഹാസംഗമ സർഗദീപ്തിയുടെ ഉദ്ഘാടനവും തിരുവനന്തപുരം വിമൻസ് കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ചു. വർണ്ണാഭമായ ചടങ്ങോടുകൂടി വിശിഷ്ട വ്യക്തികൾ അണിനിരുന്ന കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രഗത്ഭരെ അനുമോദിക്കുന്ന ചടങ്ങ് നടന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് കൂടിയിരിക്കുന്നത് കേരള കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനവും ലോക മലയാളി സംഗമമായ തൂവൽ തൂലിക എന്ന സർഗദീപ്തിയുടെ ദീപം തെളിക്കുന്ന ഈ ചടങ്ങാണ്. തൂവൽ തൂലിക എന്ന മലയാളി സംഗമത്തിന് തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ ഈ ചടങ്ങിനൊപ്പം കലാകാരന്മാരുടെ സാമൂഹികവും സാംസ്കാരികവും വ്യക്തിഗത ജീവിതവും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും കുടുംബജീവിതത്തിൻ്റെ താങ്ങും തണലുമായി നിൽക്കുന്നതാണ് നമ്മുടെ കേരള കലാസാഹിത്യവേദി. ചില മാനവ ക്ഷേമ പദ്ധതികൾ നമ്മൾ ഇതിലൂടെ കൊണ്ടുവരാനും ഒരു കൂട്ടമായി ചേർന്ന് ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കാനാണെന്നാണ് കേരള കലാസാഹിത്യവേദി ട്രിവാൻഡ്രം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നത്. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. തിരുവനന്തപുരം ജില്ലയിലെ കലാസാഹിത്യവേദിയുടെ ഏറെ പ്രിയങ്കരിയായ നിഷാകുമാരിയെ സ്വാഗതം ചെയ്യുന്നു. തൂവൽ തൂലിക മഹാസംഗമ സർഗദീപ്തി ഉദ്ഘാടനം നിർവഹിച്ച പത്മശ്രീ മധു സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കവിയും എഴുത്തുകാരനും മലയാള മിഷന്റെ ചെയർമാനുമായ ശ്രീ പുരുകൻ കാട്ടാക്കട സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള കലാസാഹിത്യവേദിയുടെ ചെയർമാനായ ശ്രീ അലിയാർ എരുമേലി സാറിനെ സ്വാഗതം ചെയ്യുന്നു. കേരള കലാസാഹിത്യവേദിയുടെ പ്രസിഡന്റ് ആയ സജീന്ദ്ര സാറിനെയും ഇത് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹപൂർവ്വം കലാസാഹിത്യവേദിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം.
അവിചാരിതമായും അപ്രതീക്ഷിതമായുമാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. അത് വളരെ സന്തോഷപൂർവ്വം ചെയ്യുന്നു. കേരള കലാസാഹിത്യവേദി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി തൂവൽ തൂലിക മഹാസംഗമ സർഗദീപ്തി എന്ന ഈ പ്രോഗ്രാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇതിൻ്റെ സംഘാടകർ കോളേജിൽ വന്നു, അതിൻ്റെ സൗകര്യങ്ങൾ നോക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ് അതിന് വേദിയായി എന്ന് അഭിമാനിക്കുന്നു. ഒരുപാട് പ്രോഗ്രാമുകൾ കഴിഞ്ഞ വർഷങ്ങളിലായി നടന്നുകൊണ്ടിരുന്ന ഒരു കലാലയം, കഴിഞ്ഞ വർഷങ്ങൾ 125 വർഷത്തെ പാരമ്പര്യമുള്ള സർക്കാർ വനിതാ കോളേജിൻ്റെ ഈ വേദി ഇതിനും കൂടെ ആയതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ശ്രേഷ്ഠകരമായതാണ് നമ്മുടെ മാതൃഭാഷ. ഈ മാതൃഭാഷ നമുക്ക് പെറ്റമ്മയേക്കാൾ ബലമേറിയതാണ്. അതിനാൽ ഈ മാതൃഭാഷയുടെ ബലത്തിൽ നിന്നു വേണം സാഹിത്യത്തിൻ്റെ ഏത് അറ്റവും അല്ലെങ്കിൽ കീഴറ്റവും ഉത്തുംഗ ശൃംഗവും താണ്ടാൻ എന്നത് സ്മരണീയമായ ഒരു വസ്തുത കൂടിയാണ്. കവിതകളും അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളും ഇന്ന് തുടങ്ങിയതല്ല. അതിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാത്ത അതിർവരമ്പുകൾ താണ്ടാൻ ഉതകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ആശയങ്ങളും സമൂഹത്തെ കൃത്യമായി ഒരു സുബോധത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണമുള്ള ആശയങ്ങൾ പേറാൻ പറ്റുന്ന സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ സംസ്കാരങ്ങളാണ് ഭാഷകൾ. സൗഹൃദങ്ങൾ വളരെ യാന്ത്രികമായി കൊണ്ടിരിക്കുകയാണ്. പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഈ ഇലക്ട്രോണിക് യുഗത്തിൻ്റെ കടന്നുകയറ്റവും ഇതുമൂലം പലരും വായനയിൽ നിന്നും അതുപോലെ എഴുത്തിൽ നിന്നുമൊക്കെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പഴയ കാലത്തുള്ള ആ ഒരു വായനാശീലം ഇന്ന് വരുന്ന പുതിയ തലമുറയിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഊട്ടിയുറപ്പിക്കേണ്ട, ഇത് പ്രാവർത്തികമാക്കി ഇതിനെ വിപുലീകരിക്കേണ്ട സമയം, അതിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. പലരും ഇന്ന് നമുക്കറിയാം, പല കുട്ടികളല്ല മുതിർന്നവർ പോലും ഒരു സമയത്തിൽ ഒരു ദിവസത്തിൻ്റെ 3/4 സമയവും മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റിലും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്നത് വളരെയധികം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതുപോലെ അവരിലുള്ള ഒരു പ്രവർത്തന മേഖലകളെ വിപുലീകരിക്കുവാനുള്ള സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഈ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ വളരെ പ്രധാനമുള്ളതാണ്, വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ഉപരിയായിട്ട് ഇതിന് പല ദോഷങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കലയെ സംഭാവന ചെയ്ത വ്യക്തിത്വങ്ങളെ കേരള കലാവേദി ആദരിക്കുന്നു. ബിജുദാസ് മണമ്പൂർ, ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് വിന്നർ, സിനിമ മിമിക്രി ആർട്ടിസ്റ്റ്, തന്റെ ഒറ്റ കഴിവ് കൊണ്ട് ഫിഗർ ഷോയിലൂടെ ജനമനസ്സ് കവരുകയും ചെയ്യുന്ന ബിജുദാസിനെ സ്നേഹത്തോടെയും ആദരവോടെയും ക്ഷണിക്കുന്നു. ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചോളൂ. വേദികൾ പിന്നിടുന്ന ഈ പെർഫോമൻസാണ് ആദരവ് നൽകുന്നത്.
സ്ക്രീനിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ കലാകാരൻ മാത്രമല്ല, മികച്ച മാധ്യമ പ്രവർത്തന